രൂക്ഷമായ വിലക്കയറ്റവും പ്രതിസന്ധിയും പരിഹരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് CPM-ന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിൽ ഇപ്പോൾ MV ഗോവിന്ദൻ സംസാരിക്കും. CPM അഖിലേന്ത്യാ നേതൃത്വം തന്നെ ശക്തിയായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും രൂപപ്പെടുത്തി വളർത്തിയെടുക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയുണ്ടായി. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇന്ന് കേരളത്തിലുടനീളം ഇതുപോലുള്ള സമരം സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങൾക്കറിയാം, കേന്ദ്ര ഗവൺമെന്റ് ഈ ജനവിരുദ്ധമായ നിലപാട് ഇത് പാവപ്പെട്ട ജനങ്ങളെയാണ് ബാധിക്കുക. പൊതുവെ എല്ലാവരെയും ബാധിക്കും. അതിന്റെ ഏറ്റവും ഗൗരവതരമായ എല്ലാ ഭാരവും പേറേണ്ടി വരുന്നത് പാവപ്പെട്ട ജനങ്ങളാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഭാഗമായിട്ട് ഗ്യാസിന്റെ വില ഇവിടെ ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ ജനുവരി മാസം മുതൽ ഇങ്ങോട്ട് വർദ്ധിപ്പിച്ച വിലയുടെ ഒരു അളവ് ഏതാണ്ട് ഇരട്ടിയായിട്ടാണ്. ചെറിയ വ്യത്യാസം അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും. 3152 രൂപയാണ് ഇന്ന് ഏറ്റവും അവസാനം പറഞ്ഞിട്ടുള്ളത്. 3152 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഞാൻ മിനിഞ്ഞാന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ 3144 രൂപയിൽ, ഇന്നിപ്പോൾ അവസാനത്തെ വന്ന കണക്കിൽ ഈ പറയുന്ന 3152 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. വർധനവാണ്. എങ്ങനെയാണ് റെസ്റ്റോറൻറ്റുകൾ വർക്ക് ചെയ്യുക? എങ്ങനെയാണ് ഹോട്ടലുകൾ തുറക്കാൻ സാധിക്കുക? ഇനിയുടെ പറഞ്ഞ പോലെ തുറന്നാൽ തന്നെ എല്ലാറ്റിൻ്റെയും സാധനത്തിന്റെ വില വർദ്ധിപ്പിക്കുക. അത് മുഴുവൻ താങ്ങുന്നത് ഈ പാവപ്പെട്ട ജനങ്ങളാണ്.